ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു ടൊമാറ്റോ റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വലിയ 2 ടൊമാറ്റോവും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക്, 2 സവാള സ്ലൈസ് ചെയ്ത്, അതുപോലെ കുറച്ച് ബീൻസും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിന് നട്ട്സ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട് യൂസ് ചെയ്യത്തില്ല, നമ്മൾ ഗ്രൗണ്ട് നട്ടാണ് യൂസ് ചെയ്യുന്നത്. വറുത്ത നല്ല കടല, കപ്പലണ്ടി എന്ന് പറയും. റൈസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മസാലാസ് പട്ട, ഗ്രാമ്പൂ, തക്കോലം, പെരിഞ്ചീരകമാണ്. പച്ചരി ഒരു 2 കപ്പ് ഞാൻ കഴുകി വാരി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും വേറൊരു ഫ്ലേവർ. പിന്നെ നമുക്കതിനകത്തോട്ട് മസാല ഐറ്റംസ് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊരു ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ഇട്ടിട്ട് അതൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആഡ് ചെയ്തത് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള ഒരു പേസ്റ്റാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തത് അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ബീൻസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസിനും കൂടെയുള്ള ഉപ്പാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വേവിച്ച തക്കാളിയുടെ തൊലി അതിൽ നിന്ന് വിട്ടു വരുന്നിടം വരെ നമ്മൾ വേവിച്ചെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം, നമുക്ക് തക്കാളി പീസായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് കൂടെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നെൽക്കടലയില്ലേ, കടല കപ്പലണ്ടി എന്ന് പറയുന്ന ചില നാട്ടിൽ, അതും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് അതിന് വലിയ വേവിച്ചൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഫ്ലേവറാണ് ആ ഒരു ടൊമാറ്റോ റൈസിന് വേണ്ടത്. കാഷ്യൂ നട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് വേറെ ടേസ്റ്റാണ്, പക്ഷേ ഈ ഒരു നെൽക്കടല ഇടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മസാല നമ്മൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ടി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും റൈസിന്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിസ്റ്ററിൻ്റെ പേര് ഷപ്ന എന്നാണ്. ഭയങ്കര ക്രേസാണ് കുക്കിങ് പുള്ളിക്കാരിക്ക്. അപ്പം പുള്ളിക്കാരിയാണ് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവളെനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തു ആ റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമത് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് റൈസ് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അവളതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. ഒരു റൈസിൻ്റെ മേളിൽ കുറച്ചൊരു 2 സെൻറ്റിമീറ്റർ നീളത്തിൽ നിൽക്കുന്ന രീതിയിൽ ആണ് വെള്ളം ഒഴിച്ച് കൊടുത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു വിസിലടിച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ നിന്ന് അത് മാറ്റി വെക്കുക. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ എയർ പൊക്കോളും. അപ്പോൾ നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പം കണ്ടോ, നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. ചില അരിയുടെ ഇതനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഈ ചോറിന് ആ ഒരു വെള്ളത്തിൻ്റെ എമൗണ്ട് കറക്റ്റായിരുന്നു. നല്ല യമ്മിയായിരുന്നു. ആ ഒരു ടൊമാറ്റോൻ്റെ ഫ്ലേവറും അതുപോലെ ആ കടലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കൂട്ടിയത്. അത് ചൂട് നമ്മൾ ചിക്കൻ കറി പോലും ഇല്ലാതെ നമുക്ക് കഴിക്കാം, അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഡിയർ ഫോർ ദിസ് ഡെലീഷ്യസ് യമ്മി റെസിപ്പി. അപ്പോൾ നിങ്ങൾക്കും കണ്ടപ്പോൾ തന്നെ കൊതി വന്നില്ലേ? അപ്പോൾ ഉടനെ തന്നെ പോയി ഉണ്ടാക്കിക്കോളൂ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ്സ് അയക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസിനെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.